أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. ദീൻ എന്ന പദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചു വരികയായിരുന്നു. ദീൻ എന്ന പദത്തിൻ്റെ ഒരർത്ഥം തഖ്വ എന്നാണ്. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാൽ നിങ്ങളുടെ തഖ്വയുടെ രീതിയും എൻ്റെ തഖ്വയുടെ രീതിയും വ്യത്യസ്തമാണ്. അതായത് രണ്ടുപേരുടെയും ഭയം വ്യത്യസ്ത അസ്തിത്വങ്ങളോടാണ്, രണ്ടുപേരുടെയും പ്രതീക്ഷയും വ്യത്യസ്ത അസ്തിത്വങ്ങളോടാണ്. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ ബിംബങ്ങളുടെ പ്രീതിയാണ് ലക്ഷ്യമാക്കുന്നത്, എന്നാൽ ഞാനാകട്ടെ അള്ളാഹുവിൻ്റെ പ്രീതിയും. ആയതുകൊണ്ട് രണ്ടുപേർക്കും ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഐക്യപ്പെടുവാൻ സാധിക്കുകയില്ല. ദീൻ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം അൽ ഹാൽ അഥവാ അവസ്ഥ എന്നതാണ്. ദൈനംദിന ജീവിതത്തെ നയിക്കുന്ന ഘടകം എൻ്റേതും നിങ്ങളുടേതും വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും ബിസ്മില്ലാ ചൊല്ലേണ്ടതാണ്, അല്ലാത്ത പക്ഷം ആ പ്രവൃത്തി ഫലരഹിതമായിരിക്കും. ഏതൊരു പ്രവൃത്തിയും ബിസ്മില്ലാ കൊണ്ടാരംഭിക്കണമെന്ന കൽപ്പനയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കും ഒരു മുസ്ലിം നിർവഹിക്കുക. ഈ കൽപ്പനയിലൂടെ തിന്മകളിൽ നിന്നും അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇസ്ലാമിൽ എല്ലാ പ്രവൃത്തികൾക്കും ദുആ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു മുസ്ലിം കാലെടുത്ത് വെക്കുക. എന്നാൽ കാഫിരീങ്ങൾ ഇത്തരത്തിൽ നന്മക്ക് പ്രാധാന്യം നൽകുന്നില്ല. അതിനാൽ ആരാധന നിർവഹിക്കാൻ അവരോടൊപ്പം മുസ്ലിങ്ങൾക്കാവുകയില്ല. ദീൻ എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം സുപ്രധാനമായ കാര്യം എന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യവുമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഹീദ് ലോകത്ത് വ്യാപിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ രാജാധികാരം ലോകത്ത് നിലനാട്ടുകയും ചെയ്യണം. എന്നാൽ കാഫിരീങ്ങൾക്ക് ചില ആചാരങ്ങളെ പിൻപറ്റുക മാത്രമാണ് ലക്ഷ്യം. ഈ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അത് വ്യത്യസ്തമായതിനാൽ ഒരുമിച്ചുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് ആവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദീൻ എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥം ശീലം, സ്വഭാവം എന്നതാണ്. കാഫിരീങ്ങളുടെ ശീലങ്ങൾ അവരുടെ പൂർവികരിൽ നിന്നും അന്ധമായി സ്വീകരിച്ചിട്ടുള്ളവയാണ്. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ അവർ അവരുടെ ശീലങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ, അവൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, സിബഗത്തല്ലാഹ്, അതായത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ സ്വാംശീകരിക്കുക. അള്ളാഹു ഓരോ മനുഷ്യനെയും അവൻ്റെ പ്രകൃതത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് അവൻ്റെ പ്രകൃതം അല്ലെങ്കിൽ അവൻ്റെ ശീലം സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായതും നല്ലതുമായിരിക്കും. കാലക്രമേണ അവിശ്വാസികൾ ആചാരങ്ങളെ അന്ധമായി പിൻപറ്റുന്നതിലൂടെ ജന്മനാ അവരിലുള്ള ശീലങ്ങൾ മാറിപ്പോവുകയും അനാവശ്യമായ ശീലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയും വ്യത്യസ്ത ശീലങ്ങളുള്ളതിനാൽ ആരാധന
കർമ്മങ്ങളിൽ ഐക്യപ്പെടാൻ രണ്ടുപേർക്കും സാധിക്കുകയില്ല. ചുരുക്കത്തിൽ സൂറ കാഫിറൂനിൽ അള്ളാഹു പറയുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് എന്നത് അവൻ്റെ സ്വഭാവവും അവൻ്റെ ആത്മീയവും അവൻ്റെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ ആരാധനകളാണ്. കാരണം ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി, ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് ഒരു മുസ്ലിം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാഫിറിൻ്റെ കൂടെ ഇബാദത്തിൽ ഐക്യപ്പെടാനും ഒരിക്കലും ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. സൂറത്തുൽ കാഫിറൂൻ ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.